അപ്പോൾ എല്ലാവരും ചോദിക്കാറുള്ള നല്ല സോഫ്റ്റ് ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 3/4 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കുക. അതിനുശേഷം 4 മുട്ട പൊട്ടിച്ചിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കുക. മുട്ട നല്ല രീതിയിൽ ബീറ്റായി കൊടുക്കുക. മുട്ട എത്രത്തോളം നല്ല ക്രീമി ടെക്സ്ചറാവുന്നോ അത്രത്തോളം നല്ല സോഫ്റ്റ് സ്പഞ്ച് നമുക്ക് കിട്ടും. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ബീറ്റാക്കി ഒരു ഓഫ് വൈറ്റ് നല്ല ക്രീമി ടെക്സ്ചർ വരുമ്പോഴത്തേക്കും 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് ബീറ്റാക്കി വെക്കാം. അതിനുശേഷം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ചായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. മിക്സ് ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുത്തി ഇളക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ബീറ്റായി വന്ന എഗ്ഗും ആ കാര്യങ്ങളെല്ലാം താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. അതിനുശേഷം ബാറ്റർ ഒഴിക്കുക. കണ്ട നല്ല ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മുടെ ബാറ്റർ വരുന്നതിന് ശേഷം എന്തെങ്കിലും കൊണ്ടൊന്ന് ജസ്റ്റ് ഇളക്കി ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ കളയാൻ ശ്രദ്ധിക്കുക. ശേഷം നമ്മൾ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ചരുവത്തിലോട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം കറക്റ്റ് ഒരു 35 മിനിറ്റിനുള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ലൊരു സ്പഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ല, ഇതുപോലെ നല്ല സോഫ്റ്റ് സ്പഞ്ച് നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹൈറ്റിലുള്ള തന്നെ നല്ല വൃത്തിക്കുള്ള 3 ലെയേഴ്സ് നമുക്ക് കിട്ടും. നമ്മൾ കേക്ക് നല്ല ഹൈറ്റിലും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഗ്രീഡിയൻസ് മാത്രമല്ല പ്രൊസീജിയറും അതുപോലെ തന്നെ ചെയ്യാൻ